ഞാൻ Thesnim Azeez. ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ക്രീമി ഫ്രൂട്ട് ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ്, കുറേ മെത്തേഡൊന്നുമില്ല, കുക്കിംഗ് ഒട്ടും ഇല്ലാത്ത ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് സെറ്റാവുകയും ചെയ്യും. വിപ്പിംഗ് ക്രീം സെറ്റാവുന്ന പോലത്തെ, സാധാരണ വിപ്പിംഗ് ക്രീം സെറ്റാവുന്ന ഒരു സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. നോക്കാം എങ്ങനെയാണ് ചെയ്യണേ. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഞാൻ അധികം ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫായി എടുക്കുന്നില്ല, കാരണം നമുക്കൊരു ക്രീമി ടെക്സ്ചറിലാണ് വേണ്ടത്. ഫ്രൂട്ട് സലാഡിനെ പോലെ കഴിക്കാനുള്ളതാണ്. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ക്രീം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഒരെണ്ണത്തിലേക്ക് നമുക്ക് ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറി സിറപ്പ്. ഇത് 2 ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണമെന്നില്ല, നിർബന്ധമില്ല. ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പ് ഇല്ലെങ്കിൽ വാനില ഫ്ലേവർ മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. 1 ഡ്രോപ്പ് റെഡ് കളർ, രണ്ടിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഗ്രേപ്സ്, നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചത്, കുറേശ്ശെ മതിയല്ല. ആപ്പിൾ, മാങ്ങ, ഇതിപ്പോൾ ഞാൻ 2 ലെയർ ഒഴിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ഒന്നിച്ച് തന്നെയാണ് ഉണ്ടാവുക, കാരണം നമ്മൾ അത്ര സ്റ്റിഫായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നില്ലല്ലോ. ഇന്നൊക്കെ 2 പീസായിട്ട് അങ്ങനെ പുഡിംഗ് പോലെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സെക്കൻഡ് ലെയർ ഒഴിക്കാം. കുറച്ച് നട്ട്സ് മുകളിലിടാം. നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പോഴായാലും കുഴപ്പമില്ല. നല്ല തണുത്ത വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കാം. ഈ ഡെസേർട്ട് നോക്കാം. കടല നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ്, എന്താ പറയുക, ഭയങ്കര കട്ടിയായിട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. ക്രീമല്ലേ, നമുക്കറിയാം വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, അതുപോലെ ഉണ്ടാവുക. നോമ്പാണ്, അതുകൊണ്ട് കഴിക്കണില്ല. നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. പെരുന്നാളൊക്കെ വരികയാണ്, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് കുറേ നമുക്ക് കിച്ചണിൽ നിന്ന് കുറേ വർക്ക് ചെയ്യാനൊന്നും ആർക്കും അത്ര താല്പര്യമില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
എൻ്റെ ക്ലാസ്സസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈൻ വീഡിയോ ഇൻട്രാക്റ്റീവ് ക്ലാസ്സാണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. മറ്റൊരു റെസിപ്പിയായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.